വി കെ ശ്രീകണ്ഠൻ എം പി നേരത്തെ മുതൽ തന്നെ അവിടേക്ക് എത്തിയിരുന്നു അല്പസമയം മുൻപ്. ഇപ്പോഴും വി കെ ശ്രീകണ്ഠൻ എം പി അവിടെയുണ്ട്. പോലീസ് സന്നാഹങ്ങളുമുണ്ട്. സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാം. നിയമവിരുദ്ധമായിട്ട് 2 കാർഡ് കൈവശം നിങ്ങൾ വെച്ചാലും ഞാൻ വെച്ചാലും നിയമവിരുദ്ധമാണ്. അതറിയോ നിങ്ങൾക്ക്? നിയമം അറിയോ? ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് 31-ാം വകുപ്പ് അനുസരിച്ച് 1 കൊല്ലം കഠിന തടവ് കിട്ടുന്ന ശിക്ഷയാ 2 കാർഡ് കയ്യിൽ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ തന്നെ വ്യാജന്മാരെയൊക്കെ സംരക്ഷിക്കാനാ കേരളത്തിലെ പോലീസിന് കഴിയുള്ളൂ. നിങ്ങൾ അതന്നെയല്ലേ എ ഡി ജി പി അവിടെ ചർച്ച നടത്തിയത്. ഞങ്ങൾ റോഡിൽ നിന്ന് പല സംസാരിക്കും. നിങ്ങൾ ഇതിനെ കേൾക്കാൻ നിൽക്കണം. ഞങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, ഭരണഘടനാപരമായിട്ടുണ്ട്. മനസ്സിലായോ? പോലീസ് 100 മീറ്റർ ഇപ്പുറത്ത് നിൽക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് പിന്നിൽ വന്നിട്ട് പിന്നെ പേക്കൂത്ത് കാണിക്കുന്ന ഏത് പോലീസാണെങ്കിലും സമ്മതിക്കണ പ്രശ്നമില്ല. 100 മീറ്റർ ഇപ്പുറത്ത് നിൽക്കണം എന്നുള്ളത് നിയമമാണ്. ആ നിയമം ഞങ്ങൾ പാലിച്ചിട്ടാ. ഒരാഴ്ച മുമ്പ് കൊടുത്താണ് പരാതി. ഈ പോലീസിന് കൊടുത്തിട്ടുണ്ട് പരാതി. ഇവിടെ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇവിടെ പച്ച പരവതാനി വിരിക്കാൻ വന്നിരിക്കുക പിണറായിയുടെ പോലീസ്. അത് കാവലിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ നിയമാനുസൃത നടപടി എടുക്കും. നേരത്തെ ഞങ്ങൾ പറയും എവിടെയും തിരിച്ചു പോകണ്ടേ. 100 മീറ്റർ അപ്പുറത്ത് മാറി നിൽക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു. മാന്യമായിട്ട് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ അംഗീകരിക്കും. മര്യാദ വിട്ട് സംസാരിച്ച ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് വേണ്ടില്ല, വെറുതെ വിടില്ല. സുൽത്താൻപേട്ട ബൂത്തിലാണ് വി കെ ശ്രീകണ്ഠന്റെ പ്രതികരണം. അവിടെയാണ് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് ഹരിദാസൻ വോട്ട് ചെയ്യാൻ എത്തേണ്ടത്. അദ്ദേഹം 2 തിരിച്ചറിയൽ കാർഡുകൾ കൈവശം വെക്കുന്നു എന്നുള്ളതാണ് ആരോപണം. എന്തായാലും അദ്ദേഹം വോട്ട് ചെയ്യാൻ ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ അവിടെ ഒരു നേരിയ സംഘർഷ അന്തരീക്ഷം ഉണ്ട് താനും. വോട്ട് ചെയ്യാൻ എത്തിയാൽ തടയുമെന്ന് സി പി എമ്മും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഉറച്ച ശബ്ദത്തിൽ പറയുന്നുണ്ട്. ആ പോളിംഗ് ബൂത്തിന് വളരെ തൊട്ട് ഒരു 100-200 മീറ്റർ അകലെയാണ് ഈ ഓഫീസ് ഉള്ളത്. അപ്പോൾ ഏത് സമയം വേണമെങ്കിലും ഒരുപക്ഷെ ഹരിദാസൻ വരാം എന്നുള്ളൊരു കാര്യം കൂടി അവിടെ